ഈശോയെ സ്വീകരിക്കാനായിട്ടുള്ള തീവ്രമായ ആഗ്രഹത്തോടെ നമ്മുടെ ഈ മക്കൾ ഈ ആൾക്കാരെ സമീപിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഈ മക്കളെയും തമ്പുരാനകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ മാതാപിതാക്കന്മാരെ, അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ ഗ്രാൻഡ് പേരൻ്റ് ഒരാൾ സ്വർഗത്തിലിരുന്നതെല്ലാം കാണുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ വലിയ പ്രാർത്ഥനയും നമ്മുടെ കുടുംബത്തിന് വലിയ ശക്തിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ ഭക്തിനാദരമോടെ നമുക്കെല്ലാവരും നമ്മുടെ മക്കൾക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് നമ്മളിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ശ്രദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ അവരുടെ ഉള്ളിലോട്ട് വരുന്ന ദിവസം നമുക്കുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തമ്പുരാന്റെ സന്നിധിയിൽ കൈകൾ തൂപ്പി ഈശോയെ സ്വീകരിച്ച ഏറ്റവും പൂജ്യപ്പെട്ട ദിവസം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഉള്ളിലേക്ക് ഇന്ന് വരുന്ന യേശു ഒരിക്കലും അവരോട് കൈ പറയാതെ പോകാതിരിക്കുക, ഈശോയെ വിടാതിരിക്കുക. ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹവും ആവേശവും പരിശുദ്ധ കൃപയോടുണ്ടാകുവാൻ ഈ കുഞ്ഞുമക്കൾക്കുണ്ടാകുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ വിശുദ്ധ ബലിക്ക് പ്രാർത്ഥിക്കാം.
Story
Amen.
ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ഇതിനാൽ നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമാവുകയും മറ്റനേകർ മരിച്ചു പോവുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ മക്കൾ ആദ്യമായി യേശുവിനെ കൊണ്ടുവരുമ്പോൾ
അലക്സ് യേശുവിൻ്റെ ബലിയർപ്പിക്കുന്ന വലിയ മുഹൂർത്തത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജട്ടലല്ല ആകെ ഒരു മണി ആന്തരികമുള്ള അലക്സ് വലിയ ഒത്തിരിയേറെ അങ്കിളുമാരും ആൻറ്റിമാരും ഒത്തിരിയേറെ അച്ഛന്മാരും മുതിർന്ന ആൾക്കാരുമെല്ലാം നിങ്ങളുടെ ഈ വലിയ സംരംഭത്തിൽ നിങ്ങളെ അനുമോദിക്കാൻ, നിങ്ങൾക്ക് അഭിനന്ദനം അർപ്പിക്കുവാൻ, സ്നേഹം വളരെയേറെ കോരിച്ചൊരിയുവാനും വരുന്നത്. ഇവരിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ സമ്മാനം തരുന്നത് ആരാണ്? ഏറ്റവും വലിയ സമ്മാനകരായിരിക്കും. നിങ്ങൾ ഇന്ന് സ്വീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനകരായിരിക്കും. അമ്മ പറഞ്ഞതാണെങ്കിലും ഈശോ എന്ന് പറഞ്ഞു. കറക്റ്റാണ്. ഏറ്റവും വലിയ സമ്മാനം ഈശോയാണ്. മറ്റ് ആരെന്ത് സമ്മാനം തന്നാലും ഇതേ കവച്ചു വയ്ക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഈ സമ്മാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എന്നും മുന്നോട്ട് നയിക്കുന്നത്. 2015 പോളണ്ടിലെ പുതിയ പ്രസിഡന്റായിട്ട് മെയ് മാസം 24 ഡ്യൂതെ തിരഞ്ഞെടുക്കപ്പെട്ടു. താൻ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് ദൈവബലി പങ്കുചേർന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച അദ്ദേഹം അന്നത്തെ ആ കത്തീഡ്രലിൽ പോയി കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന സമയത്ത്, വൈദികൻ വിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്ത് ഫാനിന്റെ കാറ്റ് പോലെ എന്തോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഈ തിരുവോസ്തി താഴേക്ക് വീണത് ഈ പ്രസിഡന്റിന്റെ നിയുക്തനായ പ്രസിഡന്റിന്റെ മുമ്പിലേക്കായിരുന്നു. അദ്ദേഹം ആ തിരുവോസ്തി എടുത്ത് വൈദികനെ ഏൽപ്പിച്ചു. പിറ്റേ ദിവസം പത്രങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെയും വലിയ തരക്കുണ്ടായിരുന്നു. പ്രസിഡന്റ് കർത്താവിനെ ഉയർത്തി, കർത്താവിനെ എടുത്ത് വൈദികനെ ഏൽപ്പിച്ചു. ജനം അത് ഏറ്റുവാങ്ങി. കർത്താവ് പ്രസിഡന്റിനെ ഉയർത്തട്ടെ, കർത്താവ് പ്രസിഡന്റിനെ വിജയിപ്പിക്കട്ടെ എന്ന്. കർത്താവ് നൽകപ്പെടാത്തതായിട്ട്, ഈശോ മിശിഹ നൽകാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് അലക്സാണ്ടർ സ്മൃതി മക്കളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദിവസം പ്രാസവ ദിവസവും ഈ പ്രകാരമുള്ള വലിയ ദൗത്യത്തിന് വേണ്ടി മക്കളെ ഒരുമിച്ച് ചേർത്ത് ഈ ദൈവബാല്യത്തിൽ കൊണ്ടുവന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുചേർത്ത് യേശുവിനെ സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവിനാൽ നടന്ന് യേശുവിനെ സ്വീകരിക്കാൻ ഒരുക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനം. അങ്ങ് ദൂരെ നിന്ന് ചാലക്കാട് അച്ഛനും മറ്റച്ഛന്മാരും ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ആ വലിയ ആഗ്രഹത്തെ, അദമ്യമായ ആഗ്രഹത്തെ അത് നിങ്ങൾ ഹൃദയാത്മന സ്വീകരിക്കുന്നു. നിങ്ങളോടൊപ്പം യേശുവിനെ വാഴ്ത്തി പുകഴ്ത്തുന്നു. യേശുവിനെ നൽകാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങളെ വിശുദ്ധ കുർബാനയ്ക്ക് ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കി പരിശീലിപ്പിച്ചു. അച്ചാച്ചനും അമ്മച്ചിയും അതിനോട് ചേർന്ന് നിങ്ങളെ വീട്ടിലായിരിക്കുമ്പോഴൊക്കെയും പറഞ്ഞ് പഠിപ്പിച്ചു. ഇപ്രകാരമാണ് ഈ ചെറിയ പറന്നു പോകുന്ന ഓസ്തി വിശുദ്ധ യേശു വരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പച്ച ചിക്കടിക്കാട്, എടത്തുവായുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചിക്കടിക്കാട് ഇടവയിൽപ്പെട്ട വെച്ചത്. ഞങ്ങളൊക്കെ ഇതുപോലെ അൽത്താര ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് നല്ല വണ്ണമുള്ള ഒരു കപ്പ്യാരിച്ചുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ദൈവാലയത്തിലേക്കുള്ള ഓസ്തിയെല്ലാം ചുട്ട് അത് നന്നായിട്ട് നനഞ്ഞ് കൊണ്ടുവന്നിരുന്ന കപ്പ്യാരിച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം കപ്പ്യാരിച്ചിന് ഞാൻ പ്രവരായിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഒരു അച്ഛന് അത്യാവശ്യം പറഞ്ഞ കഥ ഓർക്കുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ, അദ്ദേഹം ഇങ്ങനെ ഓസ്തി ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൊച്ചുമകളാണ് അതിൻ്റെ അരികെല്ലാം കത്തിരിച്ചിട്ട് ഡെപ്പിയിലേക്ക് ഇടുക. പിറ്റേ ദിവസം ദൈവമായിട്ട് കൊണ്ടുപോകാനാണ്. ഈ കുട്ടി ഒരു കാര്യം ചെയ്തു. അവസാനത്തെ ഓസ്തി അഭ്യർത്ഥിച്ച് ചുട്ട് കൊടുത്തതിന് ശേഷം അവളെ കത്തിരിച്ചിട്ട് ഡെപ്പിയിൽ വെക്കുന്നതിന് മുമ്പ് അവളൊരു കാര്യം ചെയ്തു. ആ ഓസ്തിക്ക് ഒരു ഉമ്മ കൊടുത്തു. കപ്പ്യാർ ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? ഞാൻ ഈശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്. അതിന് ഈശോ അവിടെ ഇല്ലല്ലോ. ഈശോ അവിടെ ഇല്ലെന്ന് കേട്ടറിയാം. പക്ഷെ നാളെ അച്ഛൻ കുർബാന ചെല്ലുമ്പോൾ ഈശോ അവിടെ വരുമ്പോൾ എൻ്റെ മുത്തം യേശുവിനെ കാത്ത് അവിടെ ഉണ്ടായിരിക്കും. അഭ്യാസം പറഞ്ഞ ഞാൻ ഇത്രയും നാളും ദൈവാലയ ശുശ്രൂഷ നടത്തിയെല്ലാം എൻ്റെ വിശ്വാസത്തോടെ വെച്ചോളും ആ കൊച്ചു പറഞ്ഞ ഒരു വലിപ്പപ്പെടാണ്. ഈശോയെ സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നില്ല എന്നുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രലോഭനങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളും വസന്തരാകുന്നത് കൊണ്ടാണോ എന്നറിയുകയില്ല. അങ്ങനെയല്ല, നിങ്ങളെ മരണം വരെ ഈശോയോട് ചേർന്ന്, സുവിശേഷത്തോട് ചേർന്ന്, കത്തോലിക്ക വിശ്വാസത്തോട് ചേർന്ന് ജീവിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഓരോ മാതാപിതാക്കളും ചെയ്യുക. ഈശോയുടെ സ്നേഹം, ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന യേശുവിന്റെ സ്നേഹം, അത് കുട്ടികൾക്ക് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് ജീവിതം കൊണ്ടാണ്. യേശു നടത്തിയ എല്ലാ അത്ഭുതങ്ങളും കണ്ടിട്ടും താൻ ലക്ഷ്യം വയ്ക്കുന്ന വലിയ സത്യം ഈ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല എന്നത് കണ്ടിട്ടാണ് അവിടുന്ന് ഒരു സ്നേഹത്തിന്റെ കൂദാശ സാധിക്കുകയാണ്. തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്നേഹിക്കുന്നവരുടെ കൂദാശയാണ് വിശുദ്ധ കുർബാന. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ വിട്ടുകൊടുത്ത യേശുവിന്റെ വലിയ സ്നേഹത്തിന്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയില് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ യേശു നമ്മളിൽ ഒരു അനുഗ്രഹമായി കടന്നു വരും. ഈ കൂദാശ എന്ന് പറയുന്നത് കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അദൃശ്യമായ വരപ്രസാദം ദൃശ്യമാക്കി തരുന്ന അടയാളം. ദൈവം നമുക്ക് എന്ത്, എവിടെ, എപ്രകാരം പെരുമാറണമെന്ന്, എപ്രകാരം നമ്മൾ മറ്റുള്ളവരോട് ജീവിതചര്യ ആവർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്ന വലിയ ഒരു കൂദാശയാണ്. പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും മനസ്സിലാവുകയില്ലായെങ്കിൽ പോലും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് മനസ്സിലാവില്ലായപ്പോഴും, അവിടെ എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി പാടുപെടുകൾ സഹിച്ച, കുരിശിലേറി മരണം കഴിച്ച ഈശോ മിശിഹ എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന സത്യമാകുന്നത്. അത് സ്വീകരിക്കുമ്പോൾ നമ്മളുടെ കുട്ടികളിൽ, നമ്മളുടെ മക്കളിൽ ക്രിസ്തു ജനിക്കുകയാണ്. അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക മാതാപിതാക്കൾക്കും തലമുറകൾക്കും മുതിർന്നവർക്കും കടമയുണ്ട് എന്ന് വിചാരിക്കുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യ കുർബാന സ്വീകരിച്ച ദിവസം ചാച്ചനമ്മച്ചി രാവിലെ പള്ളിയിലെ കർമ്മം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കാപ്പി കുടിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ദൂരെ മാറി ആ തുരുത്തിൽ പോയി ഇരുന്നോണം. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയാണ്. മറ്റുള്ളവരുമായി യാതൊരു ബന്ധം കൂടാതെ ആ ഒരു വലിയ പ്രത്യേകതയിൽ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ മക്കളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നിറഞ്ഞ് ഈ മാതാപിതാക്കൾക്കും ആ കുടുംബത്തിനും അനുഗ്രഹമായി മാറാൻ വിശുദ്ധ കുർബാന ഒരു അനുഗ്രഹമാണ്. വെറും ഒരു അപ്പമല്ല, അത് യേശു തന്നെയാണ്. വൈദിക കുദാശകളും ചൊല്ലി അവയെ അപ്പവുമിയുമായി മാറ്റുമ്പോൾ അവിടെ സന്നിധനാകുന്ന യേശു നമ്മളിലേക്ക് ഇറങ്ങി ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ ആ യേശുവിനെയാണ് ഈ മക്കൾ സ്വീകരിക്കുക. നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുക. നമ്മുടെ പാപങ്ങൾ അതോടൊപ്പം കഴുകിക്കളയുന്നു എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിർമ്മലമായ മനസ്സാക്ഷിയോടുകൂടി
നിർമ്മലമായ പ്രവർത്തനങ്ങളോടുകൂടി നമുക്ക് ജീവിക്കാൻ അങ്ങേയറ്റം ബാധ്യസ്ഥതയുണ്ടെന്ന് നോക്കുക. ഈ മക്കളെയും അപ്രകാരം പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് മാതാപിതാക്കളും ഒപ്പമുള്ളവരും മനസ്സിലാക്കുക. അങ്ങനെ നല്ല ഒരു മാതൃകാ കുടുംബമായി നല്ല കുട്ടികളായി അവരെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് മക്കൾ നല്ല ജീവിതത്തിന് കൊടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ പ്രിയപുത്രനാകുന്നുവെന്ന് പിതാവെന്ന് സാക്ഷി വഹിച്ച മിശിഹായെ കർത്താവ് ദൈവമായി നിന്നെ ഏറ്റുപറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകലനീതിയും പൂർത്തിയാക്കുവാൻ യോഗ്യനായി നിന്ന് മാമോദീസ സ്വീകരിച്ച മിശിഹായെ നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യോഗ്യതാനിൽ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ ത്രിത്വത്തിന്റെയും കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പ്രകാശമായ നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സൽപ്രവർത്തികളാൽ നിന്നെ മാതൃപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവനെ തലവനായ ഞങ്ങളുടെ പരിസ്ഥിതിമാർ ഫ്രാൻസിസ് പാപ്പായെ ഞങ്ങളുടെ സഭയുടെ പിതാവുമായ നിങ്ങളുടെ ദ്രവിഡാധ്യക്ഷനായ മാർ തോമസ് മുദ്രാപുരത്തായി മറ്റെല്ലാ പത്രാന്മാരെയും ആത്മീയതകളിൽ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാഴ്ചത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ വൃതിക്കും പാപങ്ങളും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവനായ തലവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികമായ സഭയുടെ മേലങ്ങളുടെ കടന്നു വേദിച്ചണമേ. ദൃശ്യമദൃശ്യമായ സകലത്തിൽ സംരക്ഷിക്കണമേ. ഭക്തിയോട് ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വത്തിലാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുവാരും ബലപ്പെടുത്തുന്ന നീതികാലം മുഴുവനും അങ്ങേതോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവനായ താമസരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ശ്രേഷ്ഠതയിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. Oh,
മിശിഹായുടെ കൃപയാൽ ഇവർ നമ്മുടെ സഹായത്തിന് രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാവുവാൻ നിങ്ങളിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ മേൽ സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അറിയിക്കുന്നത് പറയുന്നു. അങ്ങയുടെ രഹസ്യങ്ങളിലെ ശുശ്രൂഷകരാകുവാൻ എല്ലാവരും ഭാവികാലങ്ങളെക്കാൾ ജഗത്തായി യോഗ്യരാക്കി അങ്ങ് നൽകിയതാനും തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസം പ്രയോജനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിയും ബഹുമാനവും ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിനാൽ സമാധാനം നൽകും. നമുക്കെല്ലാവർക്കും യഥാർത്ഥ വിശുദ്ധിയോടും കൂടെ കർത്താവിനെ എന്ന് പറയുകയും അവിടുത്തെ വിളിച്ചുപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങളാദ്യങ്ങളിൽ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും വൈവിധ്യജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യുന്നു. പുരോഗതി തന്നെ മാതൃസമയ സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഹൃത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കും. സമാധാനത്തോടുകൂടെ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പരിശുദ്ധരുമായ ഗുരുവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന്
നാഥനായകേക്ക് ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എല്ലാവരും ബലഹീനരുമാകുമാകാശം അവിടുത്തെ നാമത്തിൽ ഒന്നിച്ചുകൂടി ഞങ്ങളുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. കൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധന പിതാവേയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വിഭജിച്ച് ശിശുമാർക്ക് നൽകിക്കൊണ്ടവൾ ചെയ്തു. ഇത് നവഭോജനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേ. അപ്രകാരമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടവൾ ചെയ്തു. ഇത് നവഭോജനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ. ഞാനീ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ വെച്ചുകൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദാസത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക
ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ വിരുതി നിന്റെ സമർത്ഥമായ ഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയെ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയമുള്ള നിങ്ങൾ പ്രാർത്ഥിക്കും, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാവധാന പിതാവുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാർ ആബേൽ വലിയപുത്രാപ്രത്തായ്ക്ക് വേണ്ടിയും തോമസ് പുത്രാപ്രത്തായ്ക്ക് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മലയാളികൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അംഗങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതികരമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്ന പോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിൽ ഞങ്ങളുടെ അഭിഷേകത്തിന്റെ ചിന്തകൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം വഴിയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധമാവോദയുടെ സജീവവും ജീവദായകമായ മുദ്രിതരും പരിശുദ്ധ അധോലികാസയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിക്കുമെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയങ്കരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ പ്രാർത്ഥിക്കും, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളിവന്ന് നിന്റെ ദാസകുമാരാവശ്യത്തെ ആസ്വദിക്കുകയും ഭൗതികരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ ഭോജനത്തിനും മരിച്ചവരുടെ പുലോല പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാ വിശുദ്ധരാത്തിൽ നവമാജീവത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാമതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ മൂലമാരക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശകൾ അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായ നിന്റെ നാമത്തിൽ ആദരം ഞങ്ങൾ അർപ്പിക്കുന്നു. സ്തോത്രവും സ്തുതികീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവരെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥനിലേക്ക്, ദാസിയുടെ കണ്ണുകൾ നാഥനിലേക്ക് എന്നതുപോലെ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ യോഗ്യരാകുന്നു
മരിക്കുകയില്ല, പ്രതിതാപവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും വ്യത്യാദനങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളതാകുന്ന അവസരത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞു പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചു സഹോദരനെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും രാഗങ്ങളും ക്ഷമിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടെ കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും രാഗങ്ങളും കാരണങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതമായ യേശുരാജ്യത്തിൽ സകല വിശുദ്ധരും ശ്രദ്ധിക്കുവാൻ ഞങ്ങൾ അതിനെ പ്രവർത്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരണപൂർവ്വങ്ങളുടെ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരങ്ങളുടേതാണ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയുടെ സ്തുതികളായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വരാജ്യത്തിന്റെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സ്നേഹം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം
മഹനീയത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സുഖസ്വനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സുഖസ്വനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. ദിവ്യാ
ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ. മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം